അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ സക്സസ് എന്ന് പറയുന്നൊരു പോയമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എന്ന് പറയുന്ന HW ലോങ്ഫെലോയുടെ ഒരു പോയമാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു മൈക്ക് ടൈസൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ആം എ ഡ്രീമർ, I have to dream and reach for the stars, and if I miss the star, then I grab a handful of clouds. അപ്പോൾ മൈക്ക് ടൈസൻ്റെ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് എന്താണ്? ഞാനൊരു ഡ്രീമറാണ്, ഞാനൊരു സ്വപ്നം കാണുന്ന ആളാണ്. ഞാൻ സ്വപ്നം കാണുന്നത് എന്താണ്? ഞാൻ ആ ഒരു നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കീഴടക്കാൻ സ്വപ്നം കാണുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഞാൻ ആ ശ്രമത്തിനിടയിൽ നക്ഷത്രങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്ലൗഡ്സിനെ പിടിക്കും എന്നുള്ള മൈക്ക് ടൈസൻ്റെ ഒരു കോട്ടാണ് അതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് നോക്കാം. We have not wings, we cannot soar, but we have feet to scale and climb. By slow degrees, by more and more, the cloudy summits of our time. ഇപ്പോൾ പറയുകയാണ്, നമുക്കെന്താണ് ചിറകുകളുണ്ട്, നമുക്ക് പറന്ന് നടന്ന് കീഴടക്കാൻ എന്തില്ല, ചിറകുകളില്ല. പക്ഷെ നമുക്ക് കാലുകളുണ്ട്. ആ കാലുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ ഓരോ പടിയും അളന്ന് നമുക്ക് എന്ത് ചെയ്യാം? കയറാൻ പറ്റും. പതുക്കെ പറ്റത്തുള്ളൂ. നമ്മൾ പറക്കുന്ന കണക്ക് സ്പീഡിന് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? പതുക്കെ ഓരോ ചൂടും കയറി മുകളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എത്തുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ക്ലൗഡി സബ്മിറ്റ്സ്, അപ്പോൾ നമ്മുടെ ആ കാലത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എന്താ ചെയ്യാൻ പറ്റും? നമുക്കത് റീച്ച് ചെയ്യാൻ പറ്റും, നമുക്കത് കീഴടക്കാൻ പറ്റും. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് the desert airs, when nearer, seen and better known, are but gigantic flights of stairs. അപ്പോൾ എന്താണ്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു മൈറ്റി പിരമിഡ്സ്, നമ്മൾ ഈജിപ്തിലൊക്കെ കാണുന്ന ആ ഒരു മൈറ്റി പിരമിഡ് സ്ട്രക്ചർ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് ദൂരെ നോക്കുമ്പോൾ അത് ചെറുതായിട്ട് തോന്നും, അടുത്തെത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് വളരെ ജൈജാൻറ്റിക് ആ ഒരു സ്ട്രക്ചറാണ്. പടികൾ വെച്ച് അത് വളരെ ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരു ജൈജാൻറ്റിക് സ്ട്രക്ചറാണ്. എന്താ? അതും ആ ഓരോ പടികൾ കയറിപ്പോയാലേ അത് നമുക്ക് കീഴടക്കാൻ പറ്റത്തുള്ളൂ. ദ ഡിസ്റ്റന്റ് മൗണ്ടൻസ് ദാറ്റ് rear their solid bastions of the skies are crossed by pathways that appear as we to higher levels rise. അപ്പോൾ എന്താണ് പറയുന്നത്? ദൂരെ നിന്ന് നോക്കുന്ന മൗണ്ടൻസ് എന്താണ്? അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ആ ഒരു ഓരോ പാത്വേസും ക്രോസ് ചെയ്ത് കയറിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഒരു ഹയർ ലെവൽ, ആ ഒരു ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. The heights by great man reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. ഇനി ഒരു വലിയ മഹാനായ മനുഷ്യൻ നേടിയ ആ ഒരു വിജയങ്ങളല്ല അത് പെട്ടെന്നൊരു ഫ്ലൈറ്റിൽ കയറി അല്ലെങ്കിൽ ഒരു സഡൻ ഒരു വേവിൽ ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളല്ല. എന്താണ് അത്? അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, ആ ഒരു കമ്പാനിയൻസ് അല്ലെങ്കിൽ കൂടെ മത്സരിച്ചവർ സ്ലെപ്റ്റ് ചെയ്തപ്പോൾ, ഉറങ്ങിയപ്പോൾ അദ്ദേഹം കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വിജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അല്ലാതെ എന്താണ് ജസ്റ്റ് ഒരു പെട്ടെന്നൊരു മൊമെൻറ്റിൽ നേടിയെടുത്ത വിജയമല്ലത്. അപ്പോൾ പറയുന്നത് എന്താണ്? ഈ പോയതിൽ സക്സസിനെ കുറിച്ചാണ് പറയുന്നത്. സക്സസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം, അതിനുവേണ്ടി എഫേർട്ട് ഇടണം. അല്ല ജസ്റ്റ് ഒരു പെട്ടെന്നൊരു മൊമെൻറ്റിൽ നമുക്കത് കിട്ടുന്നതല്ല. അത് ഓരോ സ്റ്റെപ്പും കയറിപ്പോയി അവസാനം കിട്ടുന്നതാണ് ആ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്നത്. ആ ജസ്റ്റ് ഒരു മിനിറ്റിൽ കിട്ടുന്നതല്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പോയമാണ് ഈ സക്സസ് എന്ന് പറയുന്ന പോയം. ഇത് എഴുതിയിരിക്കുന്നത് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ അല്ലെങ്കിൽ HW ലോങ്ഫെല്ലോ എന്ന് പറയുന്ന ആളാണ്.